ഹലോ ഗൈസ്, അപ്പം മല്ലു സിനിമയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. കുറച്ച് കേസൊന്നുമല്ല ആക്ച്വലി. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവൻ്റെ ഒരു ബാഗ് മിസ്സായി ബസ്സിൽ വെച്ച്. അപ്പോൾ ഏതോ ഒരാൾ കണ്ടു കിട്ടിയിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ വിളിച്ചതാണ്. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റില്ല. ഞങ്ങൾ പണി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. ഇന്നലെ ഞങ്ങൾ വേറെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു, മക്കളെ ഇത് ഇവിടെ അല്ല, വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ ആ സ്പോട്ടിൽ വന്നേക്കാണ്. പിറ്റേ ദിവസം പോയി നോക്കാം, അകത്ത് കയറി നോക്കാം സ്റ്റേഷൻ്റെ അകത്ത്. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ജർമ്മനിയിലെ പോലീസ് സ്റ്റേഷൻ. ഇത് നമ്മൾ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനിലാണ് വരുന്നത്. ഇന്നലെ വേറെ സ്ഥലത്ത് പോയിരുന്നു. സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ചോദിച്ചു നോക്കണം. ഇവൻ്റെ അടുത്ത് വിളിച്ചവർ പറഞ്ഞു വന്ന് കളക്ട് ചെയ്തോ. ഇന്നും കൂടി വന്ന് കളക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ സാധനം വേറെ പോലീസ് സ്റ്റേഷനിൽ കൈമാറും, പിന്നെ കിട്ടില്ലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പച്ചലൈറ്റ് ആയിട്ട് വേണം ക്രോസ് ചെയ്യാനൊന്നും. അപ്പോൾ ഇതാണ് ജർമ്മനിയിലെ പോലീസ് വണ്ടി, ബെൻസിൻ്റെ ഒക്കെ വണ്ടിയാണ്. പോലീസ് സ്റ്റേഷൻ ഇതാണ്. എന്തായാലും അകത്ത് ഈ സാധനം മേടിച്ചിട്ട് വായോ, കവർ ചെയ്യാൻ പിടിച്ചോളാം. വേണമെങ്കിൽ വന്നില്ലെങ്കിൽ ഞാൻ വക്കീലായിട്ട് വരാം. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ നമ്പർ ഉണ്ട്. 11 ആണ് ഈ പോലീസ് സ്റ്റേഷൻ നമ്പർ. അകത്തേക്ക് ഞാൻ പോട്ടെ, നമുക്ക് പുറത്തേക്കാം. അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അവർ അതിനകത്ത് സംസാരിക്കാം, ആരാ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് എന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. വാതിൽ തുറന്നവൻ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധനം അവർ തരണം. പോലീസ് വണ്ടിയൊക്കെ കൊള്ളാട്ടോ. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓപ്പലിൻ്റെ വണ്ടി, പിന്നെ ബെൻസ്, ഇത് ഫോക്സ് വാഗൻ. കൊള്ളാം വണ്ടികളൊക്കെ, വൻ സെറ്റപ്പ് വണ്ടികളാണ്. സാധനം കിട്ടി ഗൈസ്, ബാഗ് കിട്ടിയിട്ടുണ്ട്. ബാഗ് കിട്ടി, പുറത്തേക്ക് വരെ കിട്ടിയോ? സാധനം കിട്ടി ഗൈസ്. ഐഡി കാണിച്ചു കൊടുത്താൽ മതിയല്ലേ? ഇതെങ്ങനെ പോയ കഥ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ വെച്ച് പറ. വണ്ടി പണി കഴിഞ്ഞപ്പോ വണ്ടിയിൽ വെച്ച് മറന്നു. ഇതാ മെസ്സേജ് എടുക്കാൻ മറന്നു. ഇതാണ് ബസ്. ഇങ്ങനത്തെ ഒരു ബസ്സിൽ വെച്ച് മറന്നു പോയതാ. ഇപ്പൊ ഇന്നലെ അല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നത്? ആരെ കൊടുത്താ കണ്ടല്ലേ? ഓ, നല്ല മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ. ഏതോ പിച്ചക്കാരന്റെ ബാഗാണ്, ഗതി പിടിച്ചതിന്റെ ബാഗാ. അതുകൊണ്ടാണ് അവര് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച. യൂഷ്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങാനും ഇത് ഇങ്ങനെ ബസ്സിലോ അല്ലെങ്കിൽ യൂബാനിലോ ഹസ്ബാനിലോ ഒക്കെ വെച്ച് മിസ്സായി കഴിഞ്ഞാൽ, മിസ്സായവരുണ്ട്. നാട്ടിൽ പോകാൻ 2 ദിവസം മുമ്പ് പാസ്പോർട്ടൊക്കെ മിസ്സായവരുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന ആദ്യമായിട്ട് ഇവിടുത്തെ IC അല്ലെങ്കിൽ സേല് കയറിയപ്പോൾ ബാഗ് മിസ്സായവരുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയുടെ വണ്ടി മീൻസ് ഇവിടെ ഓരോ റീജിയൻ അനുസരിച്ചാണ് ഓരോ കമ്പനികളും ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാവും, ഈ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൻ്റെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ചുമ്മാ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ സാധനം മിസ്സായി. കാരണം ബൈ ചാൻസ് അവരുടെ ഇപ്പോൾ ഈ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ബാഗ് തപ്പിയുണ്ട്. ബാഗിലെല്ലാ സ്ഥലം കിട്ടിയവൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും അവരുടെ ഓഫീസിൽ ഏൽപ്പിക്കും. സോ നമുക്ക് മെയിൽ വരും, നമ്മുടെ സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇവൻ്റെ കേസിൽ വേറെ ആൾക്ക് കിട്ടി. അങ്ങനെയാണ് നല്ല മനുഷ്യർക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു, നമ്മൾ സാധനം വന്ന് പിക്ക് ചെയ്തു. എന്തെല്ലാം ഫ്രോസൺ സാധനങ്ങളൊക്കെ എല്ലാ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നല്ലേ? എല്ലാം ഉണ്ടോ സാധനം? മിനി സ്റ്റോർ പണി സ്ഥലത്തുനിന്ന് എന്തൊക്കെയോ ബീഫും കുറെ ചിക്കനൊക്കെ കിട്ടിയതാ. അതൊക്കെ എത്ര ദിവസം മുമ്പ്? 3-4 ദിവസമായില്ലേ? ഇപ്പൊ 3-4 ദിവസമായി. ഇപ്പൊ നന്നായി. ബാക്കി ബാഗ് കിട്ടിയല്ലോ. വേറെ ഒന്നുമില്ലല്ലോ. നിന്റെ കാർഡൊന്നും മിസ്സായില്ലേ? ബാങ്കിന്റെ കാർഡൊക്കെ എല്ലാം കിട്ടി, ഞങ്ങളെ കിട്ടി. സോ അപ്പോ നിങ്ങളുടെ സോപ്പല്ല. സോ അപ്പോ നിങ്ങളുടെ സാധനങ്ങൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എന്ത് ഐറ്റം ആണ് പോയത്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായി, കളർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യും, മെയിൽ അയക്കും, നിങ്ങളുടെ അടുത്ത് ഒന്ന് കളക്ട് ചെയ്തോളം പറയും. ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ടുണ്ട്. അവനപ്പം തന്നെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം തന്നെ അവനെ വിളിച്ചു, സാധനം കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവൻ്റെ ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇവൻ്റെ പോയത് ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച പോയത്. ഒരു 3-4 ദിവസം കൊണ്ട് കിട്ടി.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി. ഇന്നലെ പോയി അവർ പിക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു അവർ വന്നെടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി അഡ്രസ്സ് ഒന്ന് മാറിപ്പോയിതാ. അത് വലിയ കഥയാണ്. കഷ്ടപ്പെട്ട് അതെ ജർമ്മനി പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നു. അവരുടെ പെരുമാറ്റം റിവ്യൂ പറ. നല്ല പോലീസ് സ്റ്റേഷൻ ആയിരുന്നോ? റിവ്യൂ കൊള്ളാം. നാട്ടിലെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ? നാട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ നല്ലത് സ്റ്റേഷൻ എക്സ്പീരിയൻസ് നല്ലായിരുന്നോ? അതെ അതെ, വന്നപ്പോ തന്നെ കയറി ഇരിക്കാൻ പറഞ്ഞു. പിന്നല്ലാണ്ട് ഓ കൊള്ളാം. പിന്നെ ID ചോദിച്ചു, ID എടുത്തോണ്ട് അകത്തേക്ക് പോയി. പിന്നെ ബാഗായിട്ട് തിരിച്ചു വന്നു. അത്ര ഉണ്ടായുള്ളൂ. ഞങ്ങൾ ലാംഗ്വേജും പറഞ്ഞു ഇറങ്ങിപ്പോടാം. നന്നായി. വേറെ ഒന്നും കിട്ടാഞ്ഞ അപ്പോ ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ വലിയ ടാസ്ക് ഒന്നും ഇല്ല. അപ്പോ അത് കിട്ടിയത് വായിക്കാം, അത്രേ ഉള്ളൂ. കിട്ടിയതുകൊണ്ട് വീട്ടിൽ പോവാ. ഇനിയെങ്കിലും ബാഗ് കളയാണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പേടിക്കണ്ട, പോയത് കൂട്ടണ്ട. ചാൻസ് ഉണ്ട് കിട്ടാൻ. മെയിൻലി ചാൻസ് ഉണ്ട്, കിട്ടാണ്ടിരിക്കില്ല. പിന്നെ ആരെങ്കിലൊക്കെ അടിച്ചുകൊണ്ട് പോയതാ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ ഗായ്സ്, ചാവോ.